ഹായ്, ഇന്ന് നമുക്ക് കോളിഫ്ലവറും കൊണ്ട് ഒരു ബജ്ജി ഉണ്ടാക്കാം കേട്ടോ. കുറേ ദിവസമായി കോളിഫ്ലവർ ഇരിക്കുന്നത്. അത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അന്ന് ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ, പക്ഷേ ചെയ്തില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ചെറുത് നോക്കി എടുത്താണ്, പക്ഷേ ഇത് ഒരുപാടുണ്ട് കേട്ടോ, വലുതാണ്. എന്നാലും ഞാൻ ഇതിൻ്റെ നന്നാക്കി എടുക്കുമ്പോൾ എടുത്ത് വയ്ക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലതാണല്ലോ. പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാനും പൊന്നുമൊക്കെ ആദ്യം വാങ്ങിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നു സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട വെള്ളത്തിലാണ് കേട്ടോ ഇടുന്നത്. അതിനകത്ത് പുഴു വിഷാംശമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെപ്പോലെ തന്നെ ആൾതാമസം ഉള്ളതുപോലെ അതുങ്ങൾക്കും ജീവിക്കണ്ടേ. ഈ ചെറിയ ചെറിയ പുഴുക്കളുണ്ടാവും. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കാം. ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദയാണ് കേട്ടോ. കോൺഫ്ലവറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത്രയൊന്നും സാധനങ്ങൾ വേണ്ട കേട്ടോ. പിരിയമുളക് കൂടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല, കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് കായവും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ഇതിൻ്റെ മാവിന് വേണ്ടി. ശരിക്കും കടലമാവും ഒരു സ്പൂൺ അരിപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മതി കേട്ടോ. വേറെ ഒരു സാധനവും വേണ്ട. കുരുമുളകും ഗരം മസാലയും ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇത് ഇത്ര ഉള്ളത് കാരണം ഇട്ടതാണ് കേട്ടോ. അല്ലെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ ബജ്ജിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. വെള്ളം കൂടി പോകാതിരിക്കാനാണ് ആദ്യം കുറച്ച് ഒഴിച്ചത്. അപ്പോഴത്തേക്കും കോളിഫ്ലവർ ഇടാനുള്ള വെള്ളം തിളച്ച് അതിനകത്തേക്ക് ഞാൻ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കറി വയ്ക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ, ബജ്ജി അല്ലാതെ വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും എനിക്ക് പറ്റുന്നതാണ്. മാവിൽ ഇച്ചിരി വെള്ളം കൂടുതലായി പോകും. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇച്ചിരി കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ മുക്കി പൊരിക്കുമ്പം അതിനകത്തുനിന്നും ഒരുതരം വെള്ളം ഉണ്ടാവും. അപ്പോൾ ചൂടോടുകൂടി ഒന്ന് രണ്ട് തിളച്ചാൽ മതി കേട്ടോ. അതിനകത്തെ അഴുക്കൊക്കെ ഒന്ന് ഇറങ്ങി പോരാനാണ്. അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് കഴിക്കേണ്ടി വരും. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച്, ചെറിയ ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വാരി എടുത്ത് കഴിഞ്ഞപ്പോൾ പൊന്നു ചോദിക്കുന്നുണ്ട്, ഇതെന്താ മാവ് അലങ്കരിക്കുകയാണോ അമ്മേന്ന്. കൈ പൊള്ളുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ. മാവിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഇത്തിരി കട്ടി കൂടുതലായിരുന്നു മാവിന്. ഇത്തിരി കൂടെ ലൂസാക്കണമായിരുന്നു. എന്നാലും ഞാൻ എണ്ണ ചൂടായോ എന്നൊക്കെ നോക്കി ആദ്യം ഒന്ന് ഇട്ടു കേട്ടോ. ഒരു ട്രിപ്പ് പൊരിച്ച് കോരിയിട്ടാണ് ഞാൻ ഇത്തിരി കൂടെ ലൂസാക്കിയത് മാവ്. ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുക്കിയെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ടപ്പോഴത്തേക്കും ക്യാമറ പിടിച്ചിരുന്ന പൊന്നു കണ്ടം വഴി ഓടി. എണ്ണ തെറിച്ച് പൊള്ളുവമ്മയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. സൺഡേ ആയിട്ട് ഞങ്ങൾ ഇന്ന് 4 മണിക്കത്തേക്ക് ചായക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ട്രിപ്പായിട്ട് പൊരിച്ച് കോരിയിട്ടുണ്ട്. കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചായ കുടിക്കട്ടെ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.